ISLും കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ഇനി ഓർമ്മയാവോ എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ വെറും നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്യാത്ത ഒരു കംപ്ലീറ്റ് ത്രോ ബാക്ക് വീഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസമാണ് ഒക്ടോബർ 13, 2014. അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ ക്ലബ്ബ് ഒരു ISL മത്സരം കളിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു മാച്ചിൽ നമ്മൾ തോക്കുകയും ചെയ്തു. അന്നത്തെ മാച്ചിലെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പ്ലേയേഴ്സിനൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഒരു ടീമിലെ ലെഫ്റ്റ് സെന്റർ ബാക്ക്, ലെഫ്റ്റ് സ്ട്രൈക്കർ, ഈ 3 പൊസിഷനിൽ കളിച്ച പ്ലേയേഴ്സിനെ വളരെ ചുരുക്കം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ ഇപ്പോഴും ഓർമ്മയുണ്ടാവുള്ളൂ. ആ സീസണിൽ നമ്മൾ ഫൈനൽ വരെ എത്തിയെങ്കിലും അടുത്ത സീസൺ ആയപ്പോൾ ആ ഫസ്റ്റ് മാച്ചിലെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും വെറും ഒരു പ്ലെയർ മാത്രമേ അടുത്ത സീസണിലെ ടീമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സീസണിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഫിനിഷ് ചെയ്തത്. എന്തിനാണ് ആദ്യ സീസണിലെ ആ ടീമിൽ നിന്നും ചിലരെയൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞതെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ആരൊക്കെയാണ് ആ പ്ലേയേഴ്സ്, അവർക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ദ മാൻ ഹു നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ, ഗോൾ കീപ്പർ ഡേവിഡ് ജെയിംസ്. നമ്മുടെ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ക്ലബ് ലെജൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില ഇയൻ ഹ്യൂം ഫാൻസിനൊക്കെ ദേഷ്യം വന്നേക്കാം. പക്ഷെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഹ്യൂം ഓബ്വിയസ്ലി നമ്മുടെ ഡയറക്റ്റ് റൈവൽസിനൊക്കെ കളിച്ചിട്ടുണ്ട്. ജെയിംസ് ആണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമേ ISLൽ കളിച്ചിട്ടുള്ളൂ. ഓബ്വിയസ്ലി ഹ്യൂമിന് ആ ഒരു എബിലിറ്റി ഉള്ളതുകൊണ്ടും തൻ്റെ പ്ലേയിങ് കരിയർ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും തന്നെയാണ് പുള്ളി ATKയിലൊക്കെ പോയി കപ്പടിച്ചത്. ആൻഡ് അതുകൊണ്ട് മാത്രം പുള്ളി ഒരു ലെജൻഡ് ആവാതിരിക്കുന്നൊന്നുമില്ല. ബട്ട് ഐ ഹോപ്പ് യു ഗെറ്റ് ദ പോയിന്റ് അബൌട്ട് ജെയിംസ്. 2014 സീസണിൽ നമ്മളെ ഫൈനലിലേക്ക് നയിച്ചതിന് ശേഷം ജെയിംസ് തന്റെ പ്ലേയിങ് കരിയർ അവസാനിപ്പിച്ചു. പിന്നീട് 2018 വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ആ ഒരു മാനേജീരിയൽ റൺ പക്ഷെ ഒട്ടും വർക്കൗട്ട് ആയില്ല. 11 മത്സരങ്ങളിൽ ജയം നേടാനാവാത്ത ഒരു റണ്ണിനൊടുവിൽ ഡിസംബറിൽ ജെയിംസിന് ജോലി നഷ്ടമായി. ഈവൻ ദോ അതൊരു മോശം റണ്ണാണെങ്കിലും എനിക്ക് ജെയിംസിനെ എപ്പോഴും ഓർമ്മിക്കാൻ ആഗ്രഹം നമ്മളെ നമ്മുടെ ആദ്യ ഫൈനലിലേക്ക് നയിച്ച കോച്ചും ക്യാപ്റ്റനും അതുപോലെ തന്നെ സഹലിന് ആദ്യമായിട്ട് സീനിയർ ടീമിൽ ഡെബ്യൂ നൽകിയ കോച്ചുമായിട്ടാണ്. ISLലെ ആദ്യ മത്സരത്തിൽ നമുക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിരുന്നത് ഈ ക്ലബ്ബ് കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സിൽ ഒരാളായ സെഡ്രിക് ഹെങ്ബർട്ട് ആണ്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഹെങ്ബർട്ട്. വളരെ റിലയബിൾ ആയ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പത്തെ സീസൺ ഫ്രാൻസിലെ ഫസ്റ്റ് ഡിവിഷനിലെ ഫേമസ് ക്ലബ്ബായ അജാസിയോയ്ക്ക് വേണ്ടി ഹെങ്ബർട്ട് റെഗുലർ ആയിട്ട് കളിച്ചിരുന്നു. 2014 നമ്മൾ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ആ പ്ലേ ഓഫിലും ഫൈനൽ മത്സരത്തിലും ഹെങ്ബർട്ട് കളിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഈ പ്ലെയർ ആ ലൈനപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഗോള്, മുഹമ്മദ് റഫീഖിന്റെ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് കോർണറിൽ നിന്നുള്ളൊരു ഹെഡർ ചിലപ്പോൾ നമ്മൾ കൺസീഡ് ചെയ്യില്ലായിരുന്നു. ബിക്കോസ് ഈ പ്ലെയർ അത്രമേൽ ഡിപ്പെൻഡബിൾ ആണ്. 2014 ശേഷം പിന്നീട് ഫ്രാൻസിലേക്ക് തിരിച്ചുപോയ ഹെങ്ബർട്ട് 2015 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. അതിനുശേഷമാണ് 2016 ഹെങ്ബർട്ട് തന്റെ രണ്ടാമത്തെ സീസണിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നത്. നമുക്കറിയാം ആ സീസൺ നമ്മൾ വീണ്ടും ഫൈനലിലെത്തി. ആ ഫൈനലിലെത്തിയ ടീമിന് വേണ്ടി ഒരു മത്സരം പോലും മിസ് ചെയ്യാതെ 17 മാച്ചസ് ഹെങ്ബർട്ട് തകർത്ത് കളിച്ചു. പക്ഷെ ഒടുവിൽ ഫൈനലിൽ ഒരു ക്രൂഷ്യൽ പെനാൽറ്റി മിസ് ചെയ്തു. ശരിക്കും ATKക്കെതിരെയുള്ള ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് നടക്കുമ്പോൾ ഞാൻ കലൂർ സ്റ്റേഡിയത്തിലുണ്ട്. ഹെങ്ബർട്ടിന്റെ ആ പെനാൽറ്റി മിസ് ലൈവായിട്ട് കണ്ടപ്പോൾ ഒട്ടും താങ്ങാനായില്ല. അത് കണ്ടപ്പോൾ ദേഷ്യമൊന്നും വന്നില്ല, പക്ഷെ ഒരുപാട് വിഷമമായി. കാരണം ആ ഒരു സീസണിൽ നമുക്ക് വേണ്ടി ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് ഹെങ്ബർട്ട്. പുള്ളി തന്നെ ഒരു പെനാൽറ്റി മിസ് ചെയ്ത് നമുക്ക് ആ ട്രോഫി നമ്മുടെ സ്റ്റേഡിയത്തിൽ നഷ്ടമായപ്പോൾ 19 വയസ്സുള്ള എനിക്ക് അത് പ്രോസസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ഹെങ്ബർട്ട് കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഫ്രാൻസിലെ 3rd ഡിവിഷൻ ക്ലബ്ബായ US അവറാഞ്ചസിന്റെ ഹെഡ് കോച്ചാണ്. ഈ മാച്ചിലെ നമ്മുടെ സെന്റർ ബാക്കിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മൊഹമ്മദൻ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി I ലീഗിൽ കളിച്ചതിന് ശേഷമാണ് നിർമ്മൽ ഛേത്രി 2014 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. ഒരേ ഒരു സീസൺ മാത്രമേ ഛേത്രി ഈ ക്ലബ്ബിൽ കളിച്ചുള്ളൂ. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ഗോവയ്ക്കും ഒക്കെ വേണ്ടി ബൂട്ടണിഞ്ഞു. ലിറ്ററലി ഇപ്പോഴും 35 വയസ്സുള്ള ഛേത്രി ഒരു ക്ലബിന് വേണ്ടി കളിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയോ? കാൽക്കട്ട ഫുട്ബോൾ ലീഗിലെ സദേൺ സമിതിക്ക് വേണ്ടിയാണ് ഛേത്രി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോയിൻസിഡന്റലി നമ്മുടെ അടുത്ത സെന്റർ ബാക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസൺ മാത്രമേ കളിച്ചുള്ളൂ. വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ 3 പൊസിഷൻ എടുത്തു പറഞ്ഞില്ലേ,
ഈ പ്ലെയേഴ്സിനെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ലെന്ന്. അതിൽ ഒന്നാമനാണ് ജെയ്മി മാക്കലിസ്റ്റർ. ഈ സ്കോട്ടിഷ് താരം അന്നത്തെ സീസൺ, അതായത് 2014 നമ്മുടെ ടീമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു. ആദ്യ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട മാക്കലിസ്റ്റർ 2016 ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. ഇപ്പൊ നിലവിൽ ഏഷ്യയിൽ ഒരു ക്ലബിന്റെ ഹെഡ് കോച്ചാണ് മാക്കലിസ്റ്റർ. മലേഷ്യയിലെ DPMM FC-യിലാണ് മാക്കലിസ്റ്റർ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. മാക്കലിസ്റ്റർ ഏഷ്യയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് മാത്രമല്ല, വേറൊരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻ കൂടി ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ ആരും മറക്കാത്ത നമ്മുടെ ജോർഡൻ മറയില്ലേ, ജോർഡൻ മറ ഇപ്പൊ മാക്കലിസ്റ്ററിന്റെ കീഴിൽ DPMM FC-ക്കാണ് കളിക്കുന്നത്. ഈ സീസൺ 4 ലീഗ് ഗോളും അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്ലെയർ നെയിം നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ഈ പ്ലെയറും മാക്കലിസ്റ്ററിനെയും നിർമ്മൽ ഛേത്രിയെയും പോലെ ഒരു സീസൺ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുള്ളൂ. ഈ മത്സരത്തിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇറങ്ങിയ അവിനാബോ ബാഗ്. ബംഗാൾ സ്വദേശിയായ ഈ താരം ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കളിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഈസ്റ്റ് ബംഗാളിനും മുഹമ്മദനും ഉൾപ്പെടെ 5 കൊൽക്കത്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അവിനാബോ ബാഗ് കളിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് ബൂട്ടണിഞ്ഞത് കൽക്കട്ട ഫുട്ബോൾ ലീഗിലെ ഭവാനിപ്പൂർ FC-ക്ക് വേണ്ടിയും. ഇപ്പൊ പുള്ളി എന്ത് ചെയ്യുന്നു ആവോ, ഒരു ഇൻഫർമേഷനും ഇല്ല. എന്തായാലും നിങ്ങൾക്ക് ഈ പ്ലെയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് ലൈനപ്പിൽ നിന്നും രണ്ടാമത്തെ സീസണിലേക്ക് നമ്മൾ നിലനിർത്തിയ ഒരേ ഒരു പ്ലെയർ ആണ് ഇനി മിഡ്ഫീൽഡിൽ വരാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കകാലത്ത് ഇങ്ങേരില്ലാതെ ഒരു ലൈനപ്പ് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. കോച്ചുകൾ മാറി വന്നു, പ്ലെയേഴ്സ് മാറി വന്നു, എന്നിട്ടും 3 വർഷം ഈ ക്ലബിന്റെ മിഡ്ഫീൽഡിൽ ഇങ്ങേരുണ്ടായിരുന്നു, സാക്ഷാൽ മേഹ്താബ് ഹുസൈൻ. ഇന്ത്യൻ ക്ലബ് ഫുട്ബോളിന് ഒരു ഗ്ലാമർ പരിവേഷമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വലിയ സംഭവമായിരുന്നു മേഹ്താബ് ഹുസൈൻ. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ജംഷഡ്പൂർ FC-ക്കും അതുപോലെ ATK മോഹൻ ബഗാനും വേണ്ടി ബൂട്ടണിഞ്ഞു. 2020 താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, BJP-യിൽ ജോയിൻ ചെയ്യുന്നു എന്നൊക്കെ മേഹ്താബ് ഹുസൈൻ അനൗൺസ് ചെയ്തു. പക്ഷേ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ പുള്ളി ആ തീരുമാനം പിന്നോട്ട് വലിച്ചു. ഇപ്പൊ നിലവിൽ ബംഗാളിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഫ്രാഞ്ചൈസി ലീഗായ ബംഗാൾ സൂപ്പർ ലീഗിലെ സുന്ദർബാൻ ബംഗാൾ ഓട്ടോ FC എന്ന ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് മേഹ്താബ് ഹുസൈൻ ചുമതല ഏറ്റു കഴിഞ്ഞു. മേഹ്താബ് ഹുസൈനെ പോലെ തന്നെ ISL തുടങ്ങിയപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ നിന്നും 3 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോണിന് കളിച്ച ഒരു പ്ലെയർ ആണ് നമ്മുടെ ആദ്യ മത്സരത്തിൽ നമ്മുടെ അടുത്ത സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചത്. പക്ഷേ ഈ പ്ലെയർ ആക്ച്വലി ഒരു സെൻട്രൽ ബാക്ക് ആണ്, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ല. ഒരിക്കലും മറക്കാനാവാത്ത ഒരു താരം. കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യത്തെ ഇടിവണ്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഗുർവീന്ദർ സിംഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യ സീസണിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റെഗുലർ ആയിട്ട് കളിച്ചത്. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും ഈസ്റ്റ് ബംഗാളിലും കളിച്ച ഗുർവീന്ദർ 2020 തന്റെ കോൺട്രാക്റ്റിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടു. അതിനുശേഷം വേറൊരു ക്ലബിലും ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് പുള്ളി ഒഫീഷ്യലി റിട്ടയർ ചെയ്തിട്ടില്ലെന്നാണ്. ബട്ട് ഓബ്വിയസ്ലി കരിയർ ഇസ് ഡൺ. ഇനി നമ്മുടെ ആദ്യ മത്സരത്തിൽ റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ച പ്ലെയർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഇമോഷണലി ഞാൻ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ഐക്കോണിക് താരം സ്റ്റീഫൻ പിയർസൺ. ആദ്യ സീസണിൽ ചെന്നൈയിൻ FC-ക്കെതിരെ സെമി ഫൈനലിന്റെ സെക്കൻഡ് ലെഗിൽ നമ്മളെ ഫൈനലിലേക്ക് എത്തിച്ച ആ ഒരു ഗോൾ നേടി ഷർട്ട് ഊരി സെലിബ്രേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മങ്ങാതെ കിടക്കുന്നുണ്ട്. പിയർസൺ ആക്ച്വലി ഒരു മാൻ ഫോർ ദ ബിഗ് ഒക്കേഷൻസ് തന്നെയാണ്. പണ്ട് ഡെർബി കൗണ്ടിയെ പ്രീമിയർ ലീഗിൽ എത്തിച്ച ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫ് ഫൈനലിലെ ഗോൾ നേടിയതും ഈ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആണ്. അന്ന് 2014 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ സിറ്റി എന്നാണ് സ്റ്റീഫൻ പിയർസൺ ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത്. ഇപ്പൊ നമ്മൾ ബ്രിസ്റ്റൽ സിറ്റി പോലൊരു ക്ലബിൽ നിന്നൊക്കെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആദ്യ സീസണിന് ശേഷം വീണ്ടും തിരിച്ച് മദർവെല്ലിലേക്ക് പോയ പിയർസൺ 2016 ATKയിൽ ജോയിൻ ചെയ്തു. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന് നമ്മൾക്കെതിരെ 2016 ഫൈനലിൽ കപ്പ് ഉയർത്തി. 2017 വീണ്ടും തന്റെ ബോയ്ഹുഡ് ക്ലബായ മദർവെല്ലിലേക്ക് തിരിച്ചുപോയ പിയർസൺ അവിടെ തന്നെ വിരമിക്കുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ 4 മേജർ ട്രോഫി അടിച്ച ഒരു ഫോറിൻ താരമാണ് ആദ്യ മത്സരത്തിൽ നമുക്ക് ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചത്. പെൻ ഓർജി ഈസ്റ്റ് ബംഗാളിനും മുഹമ്മദനും ഒക്കെ കളിച്ച് ഒരു നല്ല കാലം എൻജോയ് ചെയ്തിട്ടാണ് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. പക്ഷേ ISL കളിച്ച ഒരേ ഒരു സീസൺ ഫൈനൽ വരെ എത്തി തോൽവിയുടെ നിരാശയേക്കേണ്ടി വന്നു. ആ ഒരു സീസണിൽ ആക്ച്വലി നമുക്ക് വേണ്ടി 7 മത്സരങ്ങളിൽ
പെനോർജി ക്യാപ്റ്റൻ ആയിരുന്നു. അതുപോലെ തന്നെ 2 ഗോളുകൾ നേടി. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഷില്ലോങ് ലജോങ്ങിനും പോളണ്ടിലെ സ്റ്റാൽ ക്രാസ്നിക്കിനും അതുപോലെ തന്നെ കാൽക്കട്ട ഫുട്ബോൾ ലീഗിലെ റെയിൻബോ എസിക്കും വേണ്ടി പെനോർജി കളിച്ചിട്ടുണ്ട്. ഇനിയാണ് ഈ ക്ലബിലെ ആദ്യ സൂപ്പർ ഹീറോ. ശരിക്കും ഇയൻ ഹ്യൂമിനെ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അല്ലേ? ഹ്യൂമേട്ടൻ എന്ന വിളിപ്പേരിൽ ഈ സാമ്രാജ്യം അടക്കി വാണ മുതല്. ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ, ഈ ക്ലബിൽ ആദ്യമായിട്ട് നമ്പർ 10 ജേഴ്സി അണിയുന്ന പ്ലെയർ, ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച ഒരു പ്ലെയർ. ആദ്യ സീസണിൽ 5 ഗോളും 3 അസിസ്റ്റും നേടി നമ്മളെ ഫൈനൽ വരെ എത്തിച്ചു. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഐക്കോണിക് പ്ലേയേഴ്സിനെ പോലെ ഇയൻ ഹ്യൂമിനും ഇവിടെ നമുക്കൊരു ട്രോഫി എത്തിക്കാനായില്ല. സ്റ്റീഫൻ പിയേഴ്സിനെ പോലെ തന്നെ 2014 ആ സീസണിന് ശേഷം ഇയൻ ഹ്യൂമും തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. അതിനുശേഷം പിയേഴ്സന്റെ ഒപ്പം തന്നെ 2016 ATKയിലേക്ക് ഹ്യൂമും വന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മുടെ സ്റ്റേഡിയത്തിൽ നമ്മുടെ ടീമിനെതിരെ ഹ്യൂം ATKയുടെ ഒപ്പം ട്രോഫി അടിക്കുന്നു. ISL ബെസ്റ്റ് പ്ലെയറിനുള്ള ഗോൾഡൻ ബോൾ അവാർഡ് ഹ്യൂം കലൂർ സ്റ്റേഡിയത്തിൽ ഉയർത്തുന്നു. ശരിക്കും ആ ഒരു ഫൈനല് ഇയൻ ഹ്യൂമിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നതായിരുന്നു. കാരണം ഫസ്റ്റ് സീസണിൽ ഓബ്വിയസ്ലി അത്രയും വലിയൊരു പെർഫോമൻസ് തന്നിട്ടും കപ്പടിക്കാനായില്ല. പിന്നീട് തൻ്റെ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിനെതിരെ തൻ്റെ പ്രിയപ്പെട്ട ആരാധകരുടെ മുമ്പിൽ തനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഒരു ട്രോഫി ഉയർത്തുക, ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുക, അത് ഒരു മഞ്ഞക്കുപ്പായത്തിലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹവ് ബീൻ സ്വീറ്റ്. പക്ഷേ ഇയൻ ഹ്യൂം എന്ന പ്ലെയർ തീർച്ചയായിട്ടും ആ ഒരു അവാർഡ് ഡിസേർവ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ അറ്റ്ലീസ്റ്റ് ISL കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു പൊൻതൂവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അന്ന് ആ ഫൈനൽ നമ്മൾ തോറ്റെങ്കിലും അതിൻ്റെതായ ഒരുപാട് നിരാശ ഉണ്ടായിരുന്നെങ്കിലും ഇയൻ ഹ്യൂമിന് ഈ ഒരു ട്രോഫി കിട്ടി, അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഒരു ഗോൾഡൻ ബോൾ കിട്ടിയെന്ന് ആലോചിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. 2017 ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നു, 5 ഗോളുകൾ നേടുകയും ചെയ്തു. പിന്നീട് പൂനെ സിറ്റിക്ക് വേണ്ടി കളിച്ച ഹ്യൂമ് 2022 ഒഫീഷ്യലായിട്ട് റിട്ടയർ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഈ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എവർ പ്ലെയേഴ്സ് ഇയൻ ഹ്യൂം. ഇനിയാണ് നിങ്ങളിൽ പലരും ഓർക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത അവസാനത്തെ പ്ലെയർ, ഒരു സ്ട്രൈക്കറാണ് CS സബീത്ത്. ഈ ഒരു സ്ട്രൈക്കറിനെ ഒരുപാട് പേര് മറന്നിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് സബീത്തിനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ഐ ലീഗ് ക്ലബായ വിവ കേരളയ്ക്ക് വേണ്ടി സബീത്ത് ബൂട്ട് അണിഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2011-12 സീസണിൽ ഇന്ത്യൻ ആരോസിന് കളിച്ചു. ആ സീസണിൽ ഹാട്രിക് നേടുന്ന ഒരേ ഒരു ഇന്ത്യൻ താരവും ടോപ്പ് ഇന്ത്യൻ ഗോൾ സ്കോററും സബീത്ത് ആയിരുന്നു. ആൻഡ് ഓബ്വിയസ്ലി ഇന്നത്തെ പോലെ തന്നെ അന്നും മോഹൻ ബഗാൻ ടോപ്പ് പെർഫോമിംഗ് ഇന്ത്യൻ പ്ലെയർ ആയ സബീത്തിനെ നൈസ് ആയിട്ട് സ്വന്തമാക്കി. 2014 കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മോഹൻ ബഗാനിൽ നിന്നും ലോൺ സൈനിങ് ആയിട്ടാണ് സബീത്ത് വരുന്നത്. നമുക്ക് വേണ്ടി ഒരു ഗോള് മാത്രമേ സബീത്തിന് അടിക്കാനായുള്ളൂ. പക്ഷേ ആ സീസണിൽ പ്ലെയർ കം കോച്ചായിരുന്ന ഡേവിഡ് ജെയിംസ് ടീമിലെ ഏറ്റവും ഫിറ്റസ്റ്റ് പ്ലെയർ എന്നാണ് സബീത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതൊരു വലിയ ക്രെഡിറ്റ് തന്നെ. ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ഐ ലീഗിലും ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലും കാൽക്കട്ട ഫുട്ബോൾ ലീഗിലും ഒക്കെ സബീത്ത് കളിച്ചിരുന്നു. അപ്പൊ അതാണ്, ഈ താരങ്ങളായിരുന്നു നമ്മുടെ ഫസ്റ്റ് എവർ കേരള ബ്ലാസ്റ്റേഴ്സ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ആരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇതിൽ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ കളി തുടങ്ങുന്നവരെ കുറച്ച് ത്രോ ബാക്ക് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ അതിനെക്കുറിച്ചും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തായാലും അധികം വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, ISL തിരിച്ചു തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോവുകയാണ്. See you in another video. Bye for now.